ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ കവിതാസ് വ്ലോഗ് സമൂസ്. നമ്മുടെ പുതിയ വ്ളോഗ് തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമ്മുടെ ചാനൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയി തുടങ്ങിയില്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കുകളും പിന്നെ നമ്മുടെ ആമിക്കുട്ടിക്ക് നല്ല പനിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഇതിനൊന്നും സമയം കിട്ടാത്തൊരു ദിവസങ്ങളാണ് കേട്ടോ ഇപ്പോൾ അമ്മിക്കുട്ടി കുറച്ച് നേരം ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്നൊന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ ഫോണിൽ സ്റ്റോറേജ് കുറഞ്ഞുകൊണ്ടിരിക്കുക. കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും സമയമില്ലാത്ത അവസ്ഥയാണ് കേട്ടോ. ഇപ്പോൾ അമ്മിക്കുട്ടിക്ക് വയ്യാത്ത കാരണം കൂടുതൽ സമയം അമ്മിക്കുട്ടിയുടെ കൂടെ ഇരിക്കണ കാരണം ബാക്കിയുള്ള പണികൾക്കൊന്നും സമയം തികയാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പനി കുറഞ്ഞില്ലെങ്കിൽ ആമിക്കുട്ടീനെ അഡ്മിഷനാണ് പറഞ്ഞിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ പനി മാറിയാൽ മതിയായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഇനിയുള്ള ദിവസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ദിവസങ്ങളാണ്. നമ്മുടെ ക്രിസ്മസിൻ്റെ തിരക്കുകളും പണികളും കരോള് അങ്ങനെ എന്തെല്ലാം രസകരമായ കാഴ്ചകളാണല്ലേ. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിക്ക് അതൊക്കെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. അഡ്മിഷനൊക്കെ ആയ പിന്നെ നമ്മുടെ ക്രിസ്മസ് ഫ്ലോപ്പായി പോവും. അപ്പോൾ രാവിലെ തന്നെ പൂരിക്ക് നനച്ച് വെച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോറ് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കോഴികൾക്കുള്ള തവിട് നനച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറയാറില്ലേ കഞ്ഞിവെള്ളത്തിലാണ്. അപ്പോൾ 2 പാത്രത്തിലാക്കി നനച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ടെറസിലും താഴേക്ക് കോഴികളുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും തികയാൻ വേണ്ടിയിട്ട് 2 പാത്രത്തിൽ എടുത്ത് നനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കോഴികൾക്കുള്ള തവിടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ആമിക്കുട്ടിക്കുള്ള പാലൊക്കെ റെഡിയാക്കി പിന്നെ ചായ വെച്ചിട്ടുണ്ട്. അങ്ങനെ കിച്ചണിൽ പണികൾ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മക്കൾസിന് സ്കൂളുള്ള ദിവസമാണെങ്കിൽ പറയും വേണ്ട, ലഞ്ച് ഉണ്ടാക്കണം, അവർക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരി, അങ്ങനെ എല്ലാ വീട്ടിലും ഉള്ള തിരക്കുകൾ തന്നെ കേട്ടോ നമ്മുടെ വീട്ടിലും. അപ്പോൾ കോഴികൾക്കുള്ള തവിടൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക, കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ എണീറ്റ് വരുമ്പോൾ ചേട്ടൻ കൊണ്ട് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് തീറ്റ കൊടുക്കാനും കൂടി പോകാനുള്ള സമയമില്ലാത്ത കാരണം അത് ചേട്ടൻ ചെയ്തോളാന്ന് പറയും. അപ്പോൾ ചേട്ടൻ അത് രാവിലത്തെ തീറ്റ കൊടുക്കലൊക്കെ ചേട്ടൻ ചെയ്യട്ടെ, പിന്നെ ഈവനിങ്ങിൽ ഞാൻ കൊടുക്കും. അങ്ങനെ 2 നേരമാണ് കേട്ടോ നമ്മൾ കോഴികൾക്ക് ഫുഡ് കൊടുക്കണം. പിന്നെ ഇടനേരം വരുമ്പോൾ കുറച്ച് അരിമണിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ അവരുടെ ഫുഡും കാര്യങ്ങളും. അപ്പോൾ തവിടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഇത് നമ്മൾ നെസ്റ്റോന്ന് വാങ്ങിച്ച ചപ്പാത്തിക്കോലാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ അമ്മ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അമ്മേനെ കൊണ്ടാണ് തിരഞ്ഞെടുപ്പിച്ചത്. ഞാൻ എന്ന് വാങ്ങിച്ചാലും എനിക്ക് സ്ക്വയറിലുള്ള ചപ്പാത്തി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ് നല്ല കനം കൂടിയ ചപ്പാത്തി കോല് വാങ്ങുകയാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്കൊരു കമൻറ്റ് വന്നായിരുന്നു, നമ്മുടെ കിച്ചണിൽ വെച്ചാണ് ചെടികളുടെ പരിചരണം അതെങ്ങനെയാണ് നട്ടേന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ക്രിസ്മസിൻ്റെ തിരക്കും പിന്നെ ഇതിന് നമ്മൾ ഏതെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രോസസ്സിൽ കാണിച്ചു തരണ്ടേ. അപ്പോൾ അതിന് ചകിരിച്ചോറ് എൻ്റെ അടുത്ത് കഴിഞ്ഞിരിക്കട്ടെ നമ്മുടെ ചെടികൾ നടാൻ. അത് ഇങ്ങനത്തെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ വെക്കുമ്പോൾ ചകിരിച്ചോറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരിക്കുക. അപ്പോൾ അതൊക്കെ വാങ്ങണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ക്രിസ്മസിൻ്റെ തിരക്കും കാര്യങ്ങളും പിന്നെ ആമിക്കുട്ടിക്ക് വയ്യായും അതൊക്കെ കാരണമാണ് കേട്ടോ എനിക്ക് ഇപ്പോൾ അത് പ്ലാന്റിങ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്ത. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഒരു ദിവസം വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ക്രിസ്മസിൻ്റെ തിരക്കൊക്കെ ഒന്ന് കഴിയട്ടെ, അപ്പോൾ അത് വീഡിയോ എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചാണ് വീഡിയോസൊക്കെ പെൻഡിങ് ആയിട്ടിരിക്കുക. അത് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒന്നും സമയം കിട്ടണില്ല കേട്ടോ. ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്യാപ്പ് ആമിക്കുട്ടിക്ക് ചെറുതായിട്ടൊന്ന് പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉറങ്ങണ സമയത്തൊന്ന് വന്നിരുന്ന് എഡിറ്റ് ചെയ്തതാണ് കേട്ടോ. ഫോണിൽ ഞാൻ പറഞ്ഞില്ലേ സ്റ്റോറേജ് കഴിഞ്ഞു തുടങ്ങി, അത്രയും നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കിച്ചണിൽ തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുക. പൂരിക്ക് ഞാൻ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഞാനപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കണത്. എനിക്ക് വെളിച്ചെണ്ണയിൽ പൂരി ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് കാരണം സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ വെളിച്ചെണ്ണ ആകുമ്പോൾ കൂടുതൽ വെളിച്ചെണ്ണ കുടിക്കുക എന്നൊക്കെ പറയില്ലേ, ഇതിലാകുമ്പോൾ അത്രയും അങ്ങോട്ട് എണ്ണ ഉണ്ടാവില്ല. അപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാറ്. എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം നല്ല ഹൈയിൽ തന്നെ ഇരിക്കുന്നുണ്ട്, അപ്പോഴാണ് നല്ല പൊളച്ചിങ്ങോട്ട് കിട്ടുള്ളൂ നമുക്ക് പൂരി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ ഒരുപാട് അങ്ങോട്ട് പിന്നെ ചൂടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കുറേ വലിയൊരു ഫ്ലെയിം കൊടുക്കുമ്പോഴേക്കും ചിലപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് നാശമാവും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കാറ്. അപ്പോൾ അതേ നമ്മുടെ പൂരിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം പൂരിക്കുള്ളത് എല്ലാ ബോൾസും പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ അതേ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. പൂരിയൊക്കെ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ അച്ചൂസിനൊരു കൗതുകം, അത് ഉണ്ടാക്കി നോക്കാൻ കണ്ട. അപ്പോൾ ഓയിലിൽ കളിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനത്തെ പണികളൊക്കെ ഇങ്ങനെ കുസൃതിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് പഠിക്കണോടത്തുനിന്ന് ഓടി വന്നേക്കുക പരീക്ഷയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കണ കണ്ടപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അവൻ ഉണ്ടാക്കാൻ റെഡിയായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പൂരിക്ക് കോമ്പിനേഷനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നൈറ്റ് വെച്ച് സാമ്പാറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മുടെ മുളക് നല്ല ഉപ്പൊക്കെ പിടിച്ചിരിക്കാൻ കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ മുളക് തന്നെയാണത്. അപ്പോൾ മുളകിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആ മുളക് അച്ചാറിൻ്റെ ഒക്കെ. അപ്പം നമ്മുടെ ഈ വ്ളോഗ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അമ്മാമ്മ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അച്ചുകൂട്ടം പോയി ഫ്രഷായി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കാൻ കേട്ടോ. അപ്പോഴാണ് ചേട്ടനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കടയിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കാം. അപ്പോൾ ചില ദിവസങ്ങൾ നമ്മുടെ അച്ചുകുട്ടനൊരു മടിയൊക്കെ വരും സൈക്കിളിൽ പോകാനായിട്ടിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിൽ പപ്പയുടെ കൂടെ വേഗം ഓടിക്കയറി വണ്ടിയിൽ പോകട്ടോ. അപ്പോൾ പപ്പ പോകാമെന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പപ്പയുടെ കൂടെ പോകാൻ റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പൂരിയും കുറച്ച് സാമ്പാറും കുറച്ച് ഒരു ചൂട് കട്ടനും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ പപ്പയും മോനും പോകാൻ നിൽക്കുക. അമ്മൂസിന് പിന്നെ ഉച്ചയ്ക്കാണ് കേട്ടോ എക്സാം, അച്ചൂസിന് കാലത്തും. അപ്പോൾ അതേ പപ്പയുടെ കൂടെ പോകാനാണ് റെഡിയായിട്ട് നിൽക്കാൻ കേട്ടോ അച്ചൂസ്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ഈ സാമ്പാർ തലേദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലേ. എനിക്ക് അങ്ങനത്തെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മുടെ ക്ലീനിങ്, വാഷിങ് എക്സെട്ര ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ പണികൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അകത്താക്കിയിട്ട് വേണം ഇനി ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ കേട്ടോ. പിന്നെ ആമിക്കുട്ടീനെ കുളിപ്പിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ആമിക്കുട്ടിയുടെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി പൂരിയായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണികളൊക്കെ പറക്കിയെടുത്തു. പിന്നെ നല്ല കട്ടിയുള്ള തുണികളൊക്കെ ടെറസിൽ കൊണ്ടിടും. പെട്ടെന്ന് ഉണങ്ങി കിട്ടണത് ഇവിടെ മുറ്റത്ത് അഴയിലിടും കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് വിരിച്ചിടണം. പിന്നെ കല്ലുമ്മ കഴുകാനുള്ളതുണ്ട്, വെള്ളമുണ്ട്, ഷർട്ട് അതൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 1.5 മണിക്കൂർ അങ്ങനെയും പോയി കിട്ടും കേട്ടോ. അപ്പോൾ അതേ ആമിക്കുട്ടീനെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് വന്നപ്പോൾ ആമിക്കുട്ടി അമ്മൂസ് പഠിക്കായിരുന്നു. അപ്പോൾ അമ്മൂസിൻ്റെ ബുക്ക് വലിക്കലും പേന വലിക്കലൊക്കെ ആയിട്ട് ആമിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആമിക്കുട്ടീനെ എടുത്തിട്ട് വന്നു. പിന്നെ ആമിക്കുട്ടീനെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറക്കി കഴിഞ്ഞപ്പോഴേക്കും പാഷൻ ഫ്രൂട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടാണ് വീട്ടിൽ പോയപ്പോൾ അമ്മ തന്നു വിട്ടതാണ്. അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജ്യൂസറില്ലേ ആ ജാറിലേക്ക് പാഷൻ ഫ്രൂട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളവും ഐസൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മൂസ് ഈ സമയത്ത് എക്സാമിന് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവൾ പോണതിന് മുന്നേ തണുത്തത് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അപ്പോൾ ഇതിലേക്ക് ഇത് നമ്മുടെ ഒരു റെഡിഷ് കളറായിട്ടുള്ള പാഷൻ ഫ്രൂട്ട്. അപ്പോൾ അതിന് പുളി കുറവായിരിക്കും. വെറുതെ പഞ്ചസാര ഇടാണ്ട് തന്നെ നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി
നോക്കിയപ്പോൾ നമുക്ക് ഷുഗറിൻ്റെ ആവശ്യമൊന്നുമില്ല വെറുതെ കഴിക്കുകയാണെങ്കിൽ. പക്ഷേ ജ്യൂസ് അടിക്കുമ്പോൾ ഷുഗറൊക്കെ വേണമല്ലോ. അപ്പോൾ നോക്കി ഞാൻ ഐസ് പെട്ടെന്ന് വെള്ളം തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഐസായിപ്പോയി. അപ്പോൾ ഇനി അത് വെട്ടിപ്പൊളിച്ച് ഒരു കുറച്ച് ഐസ് എടുത്തിട്ട് അതിലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ അടിപൊളി പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡിയായി. ഇവിടെ അച്ചൂസ് ഒഴിച്ച് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ചൂസ് ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാ ഫ്രൂട്ട്സ് അവന് ഇഷ്ടപ്പെട്ട 1-2 ഫ്രൂട്ട്സ് ഉണ്ട്, അത് മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ. ഈ ഒരു ജ്യൂസൊന്നും അവൻ കഴിക്കില്ല. അപ്പോൾ ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ ഞാനും അമ്മയും അമ്മൂസും ഉള്ളു. അപ്പോൾ 3 ഗ്ലാസ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ചേട്ടൻ വരുമ്പോൾ ഫ്രഷായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റോ, ഫ്രഷായിട്ട് അടിച്ചെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ചേട്ടൻ വരുമ്പോൾ ഫ്രഷായിട്ട് അടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതേ തമ്പനിലേക്ക് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാട്ടോ നമ്മുടെ ജ്യൂസൊക്കെ. അപ്പോൾ അതേ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ചിലത് നല്ല ഭയങ്കര പുളിയായിരിക്കില്ലേ, നമ്മൾ പഞ്ചസാര എത്ര ഇട്ടാലും അതിലിങ്ങനെ പുളി തന്നെയായിരിക്കും മുൻപിൽ നിൽക്കാല്ലേ. ഇതങ്ങനെയല്ലായിരുന്നു കേട്ടോ, പുളി കുറവായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പയറും കായും ഉപ്പേരി വയ്ക്കാനുണ്ടായിരുന്നു. പയറും കായൊക്കെ കട്ട് ചെയ്ത് കുക്കറിലിട്ട് ഒരു വിസിലടിപ്പിച്ച് അതിൻ്റെ പ്രഷറൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയുള്ളി, വറ്റൽമുളകൊക്കെ ഒന്ന് ക്രഷ് ചെയ്തത് വെളിച്ചെണ്ണയിലിട്ട് നല്ല മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കായും പയറില്ലേ, അപ്പോൾ കുക്കറിലിട്ട് കൊടുക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. കഴുകി വരിക ആ വെള്ളത്തിൽ ഇത് സെറ്റായി കിട്ടും. പിന്നെയും കുക്കർ തുറക്കുമ്പോൾ പിന്നെ അതിൽ കുറച്ചും കൂടി വെള്ളം ഉണ്ടാവും, അത് ഞാൻ കളഞ്ഞിട്ട് നല്ല ഡ്രൈ ആക്കി എടുത്തു കേട്ടോ. പയറും കായും ഉപ്പേരി അതും അങ്ങനെ ലഞ്ചിനുള്ള ഉപ്പേരി കൂട്ടാനും അങ്ങനെ റെഡിയായി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലഞ്ച്. സാമ്പാർ, അച്ചാർ, പപ്പടം, പയറും കായും ഉപ്പേരി കേട്ടോ. അപ്പോൾ അടിപൊളി ലഞ്ചായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് നോമ്പാണല്ലോ, അപ്പോൾ എനിക്ക് അമ്മൂസിന് മാത്രമേ ഉള്ളൂ കേട്ടോ നോമ്പ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. പപ്പടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു തോന്നുന്നുണ്ടല്ലേ പപ്പടം ഉണ്ടായിരുന്നു എന്ന്. പിന്നെ ആ സമയത്ത് ഒന്നും വീഡിയോ എടുക്കാൻ ടൈം കിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റായപ്പോൾ അമ്മൂസ് പറഞ്ഞു ക്രിസ്മസ് ട്രീനുള്ള ഡെക്കറേഷൻ ശരിയായിട്ടില്ല, അച്ചൂസാണ് അത് ഡെക്കറേഷൻ ചെയ്ത് വെച്ചായിരുന്നത്. അപ്പോൾ അത് അവൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നിട്ട് അവളത് ഫുള്ള് ആ തോരണങ്ങൾ കംപ്ലീറ്റ് അഴിച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ട്രീയിൽ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ലൈറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഒരു മാല ബൾബൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളത് കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ട് അവളുടേതായ രീതിയിൽ വീണ്ടും സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടി ഇതൊക്കെ കണ്ടിട്ട് താഴ്ത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഡെക്കറേഷൻ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്ത വീട്ടിലെ ചേച്ചിയും ഒരു ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്, അവനും കൂടി വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. മക്കൾസ് അവിടെ ഡെക്കറേഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഡെക്കറേഷൻ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കയറി ആമിക്കുട്ടീനെ കുളിപ്പിച്ചു. പിന്നെ മക്കൾസിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കിച്ചണിൽ. അപ്പോൾ ദോശമാവ് ഒന്ന് അരച്ചെടുക്കട്ടെ ഇനി വേഗം. ദോശമാവൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ ഇങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കുറേ ആവില്ലേ, നൈറ്റിലത്തെ ഫുഡടിയും കൂടി കഴിയുമ്പോൾ പാത്രങ്ങളുടെ എണ്ണം കൂടും. അപ്പോൾ ഇപ്പോൾ എടുത്ത പാത്രങ്ങൾ വേഗം തന്നെ കഴുകി വെച്ച് ആ തലവേദന ഒഴിഞ്ഞില്ലേ, അപ്പോഴേക്കും നല്ല ക്ഷീണമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രഷ് ആവണം, പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, ഒക്കെ എടുക്കണം, അങ്ങനെ ഒരു ചിന്തയായിട്ടാണ്. പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും നമുക്ക് വൈകിയാണ്ടാവും കേട്ടോ. ഓരോ പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഭയങ്കര ക്ഷീണമാവും. പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് പണികളൊക്കെ കുറച്ച് കൂടുതലാണ്, അപ്പോൾ അതിൻ്റേതായ ക്ഷീണമൊക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ പാത്രം കഴുകലും ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആവാൻ ഇഷ്ടമുള്ളൂ. പിന്നെ ഫ്രഷായിട്ട് വന്ന് വീണ്ടും പാത്രം കഴുകാമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷായി പിന്നെ സമാധാനത്തിൽ അവിടെ ഇരിക്കാമല്ലോ അങ്ങനെ വിചാരിക്കും കേട്ടോ.
അത് കാരണം ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഫ്രഷ് ആകുമ്പോഴുള്ളൂ. പിന്നെ ഇതേ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ തുടച്ചെടുത്ത് വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബൗളുകളൊക്കെ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനത്തെ ചെറിയ ചെറിയ കലാപരിപാടികളുണ്ട് കേട്ടോ ഇനി വീണ്ടും. അപ്പോൾ നമുക്ക് ഡൈനിങ് ടേബിളും കൂടി ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർത്തായിരുന്നു. പക്ഷെ എല്ലാം കൂടി കാണിക്കുമ്പോൾ വീഡിയോ എങ്ങും എത്താണ്ട് ഇങ്ങനെ എന്താ പറയുക, ഓടിപ്പോവും. അതിനനുസരിച്ച് സമയവും ലെങ്ത്തും ഒക്കെ കൂടും കേട്ടോ നമ്മുടെ വീഡിയോയുടെ. അത് കാരണം ചുരുക്കിയാണ് കാണിക്കണത്. എന്നിട്ടും നമുക്ക് ഇത്ര ടൈം കാണിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾസ് ഒക്കെ ക്ലീൻ ചെയ്തു, തുണികളൊക്കെ മടക്കി വെച്ചു. അപ്പോഴേക്കും 10 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ കുറച്ച് സാമ്പാർ ബാലൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് വെക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കേടാവില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെടികളുടെ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡായിട്ട് എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് കമൻറ്റ് വരുമ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടിയിരുന്ന മോശക്കേടില്ലേ. അപ്പോൾ ബാക്കിയുള്ള സാമ്പാർ തിളപ്പിക്കാൻ വെച്ചു. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ ദിവസത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗായിട്ട് വരാം.